ഡിയർ ഓൾ, നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ തേർഡിന്റെ എ കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡിന്റെ ബി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി തേർഡിന്റെ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, എക്സാമിന് ഒരു 99% എന്തായാലും ഒരു 4 മാർക്സിന് ചോദിക്കാനുള്ള ഏരിയന്ന്. ഓക്കെ, ക്ലാസിഫൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻടു ക്യാപിറ്റൽ ഓർ റവന്യൂ ട്രാൻസാക്ഷൻസ്. ഒന്നെങ്കിൽ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റവന്യൂ ട്രാൻസാക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇതാണ് നമുക്ക് മോസ്റ്റ് ഓഫ് ദി കേസ് വരാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് ഈ കൊല്ലം മാത്രമേ കിട്ടൂ. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം പേർപ്പസ് ഫോർ എക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, അത് മാത്രമല്ല, ഒരു അസറ്റ് വാങ്ങിച്ചിട്ട് അതിന്റെ എഫിഷ്യൻസി കൂടും. എഫിഷ്യൻസി കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വർക്കിംഗ് കണ്ടീഷൻ കൂടും. പിന്നെ അല്ലെങ്കിൽ അതിന്റെ എക്കണോമിക് ലൈഫ് കൂടും. അതായത് 5 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു വലിയ റിനോവേഷൻ നടത്തിയപ്പം അതെന്ത് ചെയ്യുന്നു, ഒരു 5-6 കൊല്ലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്ട്രാ. അങ്ങനെയാണെങ്കിലെല്ലാം അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് വരാം. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമ്പിൾസ് വായിക്കാം. ഇനാഗുറേഷൻ എക്സ്പെൻസസ് ഓഫ് എ ന്യൂ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഉണ്ട്, അതിലെന്ത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയെന്ന്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇനാഗുറേഷൻ എക്സ്പെൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇനാഗുറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഏതെങ്കിലും ആക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിനെ നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, അവർക്ക് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, അതിന് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഫങ്ഷൻസ് നിങ്ങൾ ഇമാജിൻ ചെയ്യും. ഓക്കെ, അതിന് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? ഒന്നുമില്ല. അത് കുറെ കൊല്ലത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറെ കൊല്ലത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുമോ? ജനറലി കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, നെക്സ്റ്റ്, ഇൻസ്റ്റലേഷൻ ഓഫ് എ ന്യൂ സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം. അതായത് സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. ഓക്കെ, അത് എന്തിനാ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ, ഓക്കെ, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഓവർ കൂൾനെസ് വരുമ്പം അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെഷീനാണെന്ത്, സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ, ഓക്കെ, അതിന്റെ മെഷീനറി ഒക്കെ പ്ലേസ് ചെയ്ത സ്ഥലത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മെഷീനറി എക്യുപ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്തുകൊണ്ടാണ് അറിയോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു എക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് വാങ്ങിച്ച പൈസ മാത്രമല്ല, അസറ്റ് വാങ്ങിച്ചിട്ട് അസറ്റ് എവിടുന്നാണോ വാങ്ങിച്ചത് അവിടുന്ന് മുതൽ എൻ്റെ ലൊക്കേഷൻ എത്തുന്നവരുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും, അതിന് പുറമെ ആ അസറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തുന്നവരുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ സിംഗപ്പൂരിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് സാധനം ഇവിടെ എത്തണമെങ്കിൽ കാരേജ് പേ ചെയ്യണം, ഫ്രൈറ്റ് പേ ചെയ്യണം. ഓക്കെ, പിന്നെ അതിന് പുറമെ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യണം, പിന്നെ ലോഡിംഗ് ചാർജസ് പേ ചെയ്യണം, ഇൻസ്റ്റലേഷൻ പേ ചെയ്യണം. ഇതൊക്കെ പേ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ അസറ്റ് ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ആ എല്ലാ എക്സ്പെൻഡിച്ചറും എക്സ്പെൻസ് ആയിട്ടല്ല ടീച്ചറെ ട്രീറ്റ് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യുക, അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതേപോലെയാണ് എന്ത് ഇൻസ്റ്റലേഷൻ ഓഫ് എ ന്യൂ സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. റീപെയിന്റിംഗ് ഓഫ് എ ഡെലിവറി വാൻ, അതൊന്നും എന്തില്ല, നമുക്ക് അതിന്റെ എഫിഷ്യൻസി കൂടുകയും ചെയ്യില്ല, എക്കണോമിക് ലൈഫ് ഒന്നും കൂടില്ല. പെയിന്റ് അടിച്ചാൽ എന്ത് സംഭവിക്കാൻ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. നെക്സ്റ്റ്, പ്രൊവൈഡിങ് ഡ്രെയിനേജ് ഫോർ എ ന്യൂ പീസ് ഓഫ് വാട്ടർ എക്സ്ട്രാക്ഷൻ എക്യുപ്മെന്റ്. അതായത് ഒരു പുതിയൊരു വാട്ടർ എക്സ്ട്രാക്ഷൻ എക്യുപ്മെന്റ് വാങ്ങിച്ചു, അതിന് നമ്മൾ ഡ്രെയിനേജ് ഉണ്ടാക്കും. കാരണം എന്താ പറയുക, ഡ്രെയിനേജ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വെള്ളം, വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം പോകാൻ ഒരു സ്ഥലം വേണ്ടേ, എന്തെങ്കിലല്ലേ നമുക്ക് ആ അസറ്റ് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡ്രെയിനേജ് ഇല്ലാതെ ഈ അസറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഡ്രെയിനേജിന്റെ എക്സ്പെൻഡിച്ചർ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ.
നെക്സ്റ്റ് ലീഗൽ ഫീസ് ഓൺ ദ എക്വിസിഷൻ ഓഫ് ലാൻഡ്. ലീഗൽ ഫീസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്ത് ലീഗൽ ഫീസ് പേ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടത് ഒരു അസറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ലീഗൽ ഫീസ് പേ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് അസറ്റിന്റെ വർക്കിങ്സ്, അതായത് മുദ്ര പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗൽ ഫീസ് ഇല്ലാണ്ട് ലീഗലി നമ്മുടെ അസറ്റ് ആവൂല, ലീഗലി നമ്മുടെ അസറ്റ് ആവൂല. ഓക്കെ, ഇപ്പൊ ഒരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ ആർ ടി ഓഫീസിൽ പോയിട്ട് പല എക്സ്പെൻഡിച്ചറും മീറ്റ് ചെയ്യുന്നില്ലേ, അതൊക്കെ ലീഗൽ ഫീസിന്റെ ഭാഗമായിട്ടേ വരാം. അതൊക്കെ പേ ചെയ്യാൻ നമുക്ക് നമ്മുടെ അസറ്റാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റൂല. പറയാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യും, നമ്മളിപ്പോ പോലീസ് നമ്മളെ ചിലപ്പോൾ പിടിക്കും ഇല്ലീഗൽ യൂസേജിന് വേണ്ടിയിട്ട്. എന്നാൽ അതുകൊണ്ട് ലീഗലി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അക്കൗണ്ട്സിൽ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ലീഗൽ ഫീസ് പേ ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ലീഗൽ, കാരണം ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ അത് ലീഗലി നമ്മുടെ ഓണർഷിപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, പിന്നെ carriage cost on a replacement part for a piece of machinery. carriage cost എന്ന് പറയുമ്പോൾ അത് ന്യൂ മെഷീനറിക്ക് ആണെങ്കിൽ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഇത് carriage cost on a replacement part for a piece of machinery ആണ്, ഒരു ഭാഗത്തിന് മാത്രമാണ്. ഓക്കെ, അതും റീപ്ലേസ്മെന്റ് ആണ്, പുതിയതല്ല, റീപ്ലേസ്മെന്റ്, ന്യൂ അല്ല, റീപ്ലേസ്മെന്റ്. അതുകൊണ്ട് തന്നെ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, മനസ്സിലാക്കേണ്ടത് ഇവിടെ എഫിഷ്യൻസി കൂടുന്നില്ല, എക്കണോമിക് ലൈഫ് കൂടുന്നില്ല, അതുകൊണ്ടല്ല എന്താണ്? ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ക്യാഷ് ബുക്ക് പ്രിപ്പറേഷൻ ആണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് 3 തരമുണ്ട്: സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ഇതിൽ ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, കുറച്ച് ഡബിൾ കോളം സിംഗിൾ കോളം ജനറലി ഇമ്പോർട്ടന്റ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ഒന്നുമില്ല, ട്രിപ്പിൾ കോളം എന്ന് പറഞ്ഞാൽ 3 കോളം ഉണ്ടാവും: ക്യാഷ് കോളം, ബാങ്ക് കോളം, അതിന് പുറമെ ഡിസ്കൗണ്ട് കോളം. ഓക്കെ, ഇങ്ങനെ 3 കോളംസ് ഉണ്ടാവുക. ഇത് 3 കോളം പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, പക്ഷെ അതെന്താണ്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേണലും ആണ്, ലെഡ്ജറും. ഈ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ മൊത്തം റെസീപ്റ്റ്സും ക്യാഷ് റെസീപ്റ്റ്സും, ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പേയ്മെന്റ്സും ആണ് ട്രീറ്റ് ചെയ്യുക. ഇത് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവണം. NPO എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ഇത് ഓൾറെഡി പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അത് ജേണൽ എൻട്രി ത്രൂ ആണ് മനസ്സിലാവുന്ന കാര്യമാണ്. ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും, അതായത് ഡെബിറ്റ് സൈഡിൽ മൊത്തം ക്യാഷ് റെസീപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ മൊത്തം ക്യാഷ് പേയ്മെന്റ്സും ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. Prepare a triple column cash book from the following transactions and bring down the balance for the start of next month. നെക്സ്റ്റ് മന്തിലെ ബാലൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, സെപ്റ്റംബർ 2020 ഫസ്റ്റ് സെപ്റ്റംബർ 1 ക്യാഷ് ഇൻ ഹാൻഡ്, സെപ്റ്റംബർ 1 ക്യാഷ് അറ്റ് ബാങ്ക്. അത് ബ്രോഡ് ഡൗൺ ആണ്. കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഈ കൊല്ലം കാണിക്കുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓക്കെ, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാതെ ഡെബിറ്റ് ബാലൻസ് ആണ്. കാരണം ക്യാഷും ബാങ്കും അസറ്റ് ആണ്, അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും. ചില കേസിൽ ക്യാഷ് അറ്റ് ബാങ്കിന് പകരം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞു 6,000 24,000. ഓക്കെ, ഇതാണ് ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജേണൽ എൻട്രി ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടും, ക്യാഷ് ബാലൻസ് കുറയും. ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ ബാങ്ക് അസറ്റ് ആണ്, അത് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് എന്ത് ചെയ്യും? കുറയുന്നതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. കാരണം ക്യാഷ് അസറ്റ് ആണ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഡിക്രീസ് ഇൻ അസറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ബാങ്ക് എവിടെയുള്ളത്? ഡെബിറ്റ് സൈഡ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ടു ക്യാഷ്. ഓക്കെ, എത്ര എമൗണ്ട്? 2,000 rupees ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്യണം? ബാങ്ക് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കാണിക്കണം. എന്തുകൊണ്ടാണ്? ബാങ്ക് ബാലൻസ് കൂടണം. അതുകൊണ്ട് ബാങ്ക് ബാലൻസിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് കാണിക്കണം പറയുന്നത്. പിന്നെ ബാങ്ക് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 3 കോളം എന്ന് പറയുന്നത് 3 അക്കൗണ്ട് ആണ്: ഡിസ്കൗണ്ട് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. ഇതിപ്പോ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം.
ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. പിന്നെ ഇത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ഇതൊരു കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും, ഓക്കെ, ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡിലോ ക്യാഷും വരും ബാങ്കും വരും. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ 2 എൻട്രീസ് ആണ് കോൺട്രാ എൻട്രി. പെയ്ഡ് ഇൻ ടു ബാങ്കും വിത്ഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഇത് രണ്ടും കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ 2 സൈഡിലും എഫക്ട് ചെയ്യും. ഡെബിറ്റ് സൈഡും എഫക്ട് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലും എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇത് 2-ാം തീയതിന്റെ ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, 29 ബൈ ബാങ്ക്. ഓക്കെ, ബൈ ബാങ്ക് നമ്മൾ എന്ത് ചെയ്യുക? അത് ക്യാഷ് കോളത്തിൽ കാണിക്കുക. കാരണം ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യുന്നു. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കാം. ഓക്കെ, ഇതിന്റെ ബ്രാക്കറ്റിൽ സീൻ എഴുതണം, കോൺട്രാ എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ഒരു കോളം വരച്ചിട്ട് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സീന് കാണിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ബ്രാക്കറ്റിൽ ചെയ്താൽ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, ബോട്ട് ഫേർണിച്ചർ ആൻഡ് ഇഷ്യൂഡ് ചെക്ക്. ബോട്ട് ഫേർണിച്ചർ ആൻഡ് ഇഷ്യൂഡ് ചെക്ക് എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി ഫേർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ഫേർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് 5-ാം തീയതിയാണ് ട്രാൻസാക്ഷൻ. ഫേർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യുക ബൈ ഫേർണിച്ചർ. എത്ര എമൗണ്ട്? 3000 രൂപ. എത്രയാണ്? 3000 രൂപ. ഓക്കെ, 3K. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 8-ാം തീയതിയാണ്. ഓക്കെ, purchased goods for cash. Purchased goods for cash എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി purchase account debt to cash. ഓക്കെ, അതും എന്താണ്? ക്യാഷ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ക്രെഡിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യണം ബൈ പർച്ചേസ്. ഓക്കെ, ബൈ പർച്ചേസ് 8,9. ഓക്കെ, എത്ര എമൗണ്ട്? 1000 രൂപ. ഓക്കെ, അത് ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കാം, കാരണം അത് ക്യാഷ് ട്രാൻസാക്ഷൻ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവ്ഡ് ക്യാഷ് ഫ്രം മോഹൻ. റിസീവ്ഡ് ക്യാഷ് ഫ്രം മോഹൻ എന്ന് പറയുന്നത് 1960 ആണ്. ഡിസ്കൗണ്ട് അലൗഡ് ടു ഹിം 40 rupees. ഒരാളെയും നമുക്ക് പൈസ കിട്ടിയത്, അയാൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ ആണ്, അത് ഡെബിറ്റ് ചെയ്യണം. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ. ഇതാണ് ജേർണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ് കൂടുന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്യാം, ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യാം. ടു മോഹൻ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ശരിക്കും മോഹൻ തരാനുള്ളത് 2000 രൂപയാണ്. 1960 തന്നപ്പോൾ നമ്മൾ പറഞ്ഞു ബാക്കി 40 രൂപ തരണ്ട, അല്ലെങ്കിൽ ബാക്കി 40 രൂപ ഡിസ്കൗണ്ട് ആണ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ജേർണൽ എൻട്രി ടു മോഹൻ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ ക്യാഷ് അക്കൗണ്ടും ഡിസ്കൗണ്ട് അക്കൗണ്ടും രണ്ടും ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ക്യാഷ് അക്കൗണ്ട് 1960 കാണിക്കുക, ഡിസ്കൗണ്ട് കോളത്തിൽ 40 rupees കാണിക്കുക. ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, ഡിസ്കൗണ്ട് വരുന്നത് ഡിസ്കൗണ്ട് കോളത്തിൽ കാണിക്കുക. പിന്നെ എന്ത് ചെയ്യാം? ക്യാഷ് അക്കൗണ്ട് ക്യാഷിന്റെ എമൗണ്ട് ക്യാഷ് കോളത്തിൽ, റെസ്പെക്റ്റീവ് എമൗണ്ട് റെസ്പെക്റ്റീവ് അക്കൗണ്ടിൽ, റെസ്പെക്റ്റീവ് എമൗണ്ട് റെസ്പെക്റ്റീവ് അക്കൗണ്ട്, അതാത് അക്കൗണ്ടിലുള്ള എമൗണ്ട് അതാത് അക്കൗണ്ടിൽ കാണിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിലിന്റെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. ഓക്കെ, 14-ാം തീയതിയാണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. ക്യാഷ് കൂടും. ഓക്കെ, 10,000 rupees. 10,000 rupees. ഓക്കെ, 10,000 അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പേ ടു അമർ ബൈ ചെക്ക്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, പേ ടു അമർ ബൈ ചെക്ക്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. പേ ടു അമർ ബൈ ചെക്ക്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്, ഞാനൊരു സപ്ലയറിന് അല്ലെങ്കിൽ ക്രെഡിറ്ററിന് പേയ്മെന്റ് കൊടുക്കുന്ന, ആ ക്രെഡിറ്ററിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് സപ്ലയറിന് നമ്മൾ എമൗണ്ട് പേ ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയർ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുക. ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഷുഡ് ബി ഡെബിറ്റഡ്. ജേർണൽ എൻട്രി ക്രെഡിറ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ടു ഡിസ്കൗണ്ട് റിസീവ്. ഇതാണ് ജേർണൽ എൻട്രി. ക്രെഡിറ്ററിന് ഫുൾ എമൗണ്ട്, ടു ക്യാഷ് എത്രയാണോ പേ ചെയ്യുന്ന എമൗണ്ട്, ടു ഡിസ്കൗണ്ട് റിസീവ് ഡിസ്കൗണ്ട് കിട്ടിയ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് പേയ്മെന്റ് ആയതുകൊണ്ട് ഇത് ക്രെഡിറ്റ് സൈഡിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ബൈ അമർ. ഓക്കെ, ബൈ അമർ. എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ 2,900 100. ബാങ്കിലാണ് കാണിക്കേണ്ടത്. ചെക്ക് എന്നാ പറയുന്നത്. ചെക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, 2,900 100. ഓക്കെ, നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 16-ാം തീയതിയാണ് ഉള്ളത്. 16/9.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് പേ ചെയ്തു എന്നാണ്. ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇതൊരു കോൺട്രാ എൻട്രി ആണ്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ബ്രാക്കറ്റിൽ സി എഴുതണം, കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ബൈ ബാങ്ക് എന്ന് എഴുതുക, എന്നിട്ട് നമ്മൾ സി എന്ന് എഴുതാം. ഓക്കെ, എമൗണ്ട് ഞാനൊന്നും നോക്കട്ടെ. പെയ്ഡ് ഇൻ ടു ബാങ്ക് എത്ര? 1000 രൂപ. ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ കാണിക്കുക. ബൈ ബാങ്ക് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് കോളത്തിൽ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പ്രൈവറ്റ് പർപ്പസ്, പ്രൈവറ്റ് എക്സ്പെൻസസ്. മക്കളെ, പ്രൈവറ്റ് എക്സ്പെൻസ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്, ഡൊമസ്റ്റിക് പർപ്പസ്, ഇത് മൂന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേഴ്സണൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. പേഴ്സണൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പ്രൈവറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. ജേർണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ബാങ്ക് ബാലൻസ് കുറയുന്നതുകൊണ്ട് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ഇൻ ഡ്രോയിങ് ഷുഡ് ബി ഡെബിറ്റഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഡ്രോയിങ്സ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓണർ ടു ദ ബിസിനസ്. ഇത് ഓണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ്. ഓക്കെ, ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഷുഡ് ബി ഡെബിറ്റഡ് എന്നുള്ള ലോജിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യാം. ജേർണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ബൈ ഡ്രോയിങ്സ്. ഓക്കെ, ബൈ ഡ്രോയിങ്സ് എമൗണ്ട് എത്രയാ? 1200. പിന്നെ അടുത്തത് റിസീവ്ഡ് ചെക്ക് ഫ്രം പരുൾ. ഓക്കെ, അലോഡ് ഹിം ഡിസ്കൗണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം, എപ്പോഴും ഡിസ്കൗണ്ട് ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചെക്കിന് 2 തരം ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ചെക്ക് കിട്ടുമ്പോൾ എന്തുണ്ട്? 2 തരം ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇന്ന് കിട്ടി, ഇന്ന് തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ആരാണോ തന്നത് അവരെ പേര്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റേഴ്സ്. ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, നമുക്ക് ഇന്ന് ചെക്ക് കിട്ടി, ഇന്ന് തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റേഴ്സ്. കാരണം നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടി, ഡെപ്റ്റർ കുറഞ്ഞു. ഇതാണ് ജേർണൽ എൻട്രി. ഇനി നമുക്ക് ചെക്ക് ഇന്ന് കിട്ടി, നമ്മൾ നാളെയാ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി മാറ്റാം. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് കിട്ടുമ്പോൾ അത് ക്യാഷ് പോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ക്യാഷ് ബാലൻസിന്റെ ഭാഗമായിട്ടാണ് അത് വരാം. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റേഴ്സ് എന്നാണ് ജേർണൽ എൻട്രി. ചെക്ക് ഇന്ന് കിട്ടുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റേഴ്സ്. ഇനി നമ്മളത് പേ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി എന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ പേ ചെയ്യുമ്പോൾ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. മക്കളെ, നെറ്റ് എൻട്രി പാസ് ചെയ്യുമ്പോൾ, നെറ്റ് എൻട്രി പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാഷ് ഡെബിറ്റ് സൈഡ് ഉള്ളത് കട്ട് ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് ഉള്ളത് കട്ട് ചെയ്യുക. അന്നേരം ഓട്ടോമാറ്റിക് ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റേഴ്സ്. നെറ്റ് എഫക്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ നമുക്കിത് എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഇന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണെങ്കിൽ നമ്മളിപ്പോ ഇത് ബാങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്കും നമ്മുടെ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും ഒക്കെ ടാലി ആവൂല. ഓക്കെ, അവിടെ ഡിഫറൻസ് വരും. ഓക്കെ, തെറ്റായി പോകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ചെക്ക് കിട്ടിയോണ്ട് നമ്മൾ ബാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് കൂടൂലേ? ബാങ്ക് ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ ഓക്കെ, ബാങ്ക് ബാലൻസ് കൂടി, ആക്ച്വൽ ബാങ്ക് അക്കൗണ്ട് കുറവായിരിക്കും ഉണ്ടാവും. ഇത് രണ്ടും മാച്ച് ആവുന്നില്ല. ഓക്കെ, അങ്ങനെ ഡിഫറൻസ് വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ചെക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കണം, 2 ട്രീറ്റ്മെന്റ് വരും. ഓക്കെ, 2 രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ചെക്ക് കിട്ടി അപ്പം തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. രണ്ടാമത്തെ, ചെക്ക് കിട്ടി പിറ്റേ ദിവസമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലുള്ള ട്രീറ്റ്മെന്റും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ സർ, അന്നേരം നേരത്തെ ഒരു ക്യാഷ് റിസീവ്ഡ്, ചെക്ക് റിസീവ്ഡ് ഉണ്ടായിട്ടില്ലേ? അന്നേരം സാർ എന്താ ട്രീറ്റ് ചെയ്തത്? നേരത്തെ ക്യാഷ് ആണ് റിസീവ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചെക്ക് കിട്ടിയത് പിന്നീടാണ് പേ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, 24th ചെക്ക് റിസീവ് ചെയ്തു, പിന്നെ 26th നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് പരുൾ ചെക്ക് ഇൻ ടു ബാങ്ക് എന്നാ പറയുന്നത്. എമൗണ്ട് തന്നിട്ടില്ല, കാരണം എമൗണ്ട് മേലേന്ന് നോക്കേണ്ടത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു
ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പരുൺ. ഇതാണ് ജേണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പരുൺ എന്ന് മാത്രമല്ല, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പരുൺ. ഓക്കെ, ആ ജേണൽ എൻട്രി നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2860 ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, 40 റുപ്പീസ് ഡിസ്കൗണ്ടും കാണിക്കാം. ഓക്കെ, ഇത് ഏത് ഡേറ്റിന്? 24th. ഏത് ഡേറ്റിന്? 24th. കുറച്ച് ട്രാൻസാക്ഷൻ്റെ ഞാൻ ഡേറ്റ് എഴുതിയിട്ടില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്, കാരണം ടൈം വേസ്റ്റ് ആവാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, 24th സെപ്റ്റംബറിന് എന്ത് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പരുൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജേണൽ എൻട്രി പാസ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഏത് ഡേറ്റിനാണ്? 26th, if I am right. ഓക്കെ, 26th ടു ക്യാഷ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിൽ കാണിക്കുക 2860. എന്നിട്ട് അതേപോലെ 26th നമ്മൾ എന്ത് ചെയ്യാം, ഇതൊരു കോൺട്രാ എൻട്രി ആണ്. ബൈ ബാങ്ക് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്യാഷ് ബുക്കിൽ 2860 കാണിക്കുക. അതായത് ക്യാഷ് അക്കൗണ്ടിൽ നമ്മളത് കുറവായിട്ട് കാണിക്കണം, അതുപോലെ ബാങ്ക് അക്കൗണ്ട് അത് കൂടിയിട്ടായിട്ടും കാണിക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, പിന്നെ അതിനുശേഷം വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഓഫീസ് യൂസ്. പേഴ്സണൽ യൂസ് അല്ല. പേഴ്സണൽ യൂസ് ആണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇത് ഓഫീസ് യൂസ് ആയതിന്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. കാരണം ഞാൻ ബാങ്കിൽ പോയിട്ട് വിഡ്രോ ചെയ്തതിനാൽ എൻ്റെ ക്യാഷ് ബാലൻസ് കൂടും, അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്യാം. ബാങ്ക് ബാലൻസ് കുറയും, അതുകൊണ്ട് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, അതും ഒരു കോൺട്രാ എൻട്രി ആണ്. 28/9 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ടു ബാങ്ക്. ഓക്കെ, ഇതും കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് പോകും. ഓക്കെ, ടു ബാങ്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എത്ര എമൗണ്ട്? 4000 റുപ്പീസ്. ബൈ ക്യാഷ്. ₹4,000. ഓക്കെ, ഇതാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ട്രാൻസാക്ഷൻ 30th ട്രാൻസാക്ഷൻ പെയ്ഡ് റെന്റ് ബൈ ചെക്ക്. റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഷുഡ് ബി ഡെബിറ്റഡ്. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. ഓക്കെ, 30th ബൈ റെന്റ്. ഓക്കെ, ബൈ റെന്റ് എത്ര എമൗണ്ട്? 1600, 1600 ആണ്. 1600 നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇതുവരെ ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 24,820 കിട്ടും ഡെബിറ്റ് സൈഡ്. ക്യാഷ് അക്കൗണ്ടിൽ ടോട്ടല്. അതേപോലെ ബാങ്ക് അക്കൗണ്ടിൽ 29,860 കിട്ടും. അതാണ് ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 17,960 17,160 കിട്ടും ആൻസർ. സർ ഡിസ്കൗണ്ട് ബാലൻസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ട. ഡിസ്കൗണ്ട് നമ്മൾ ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് ഐറ്റം, അതുകൊണ്ട് തന്നെ നമ്മളത് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്തേക്കല്ല, അത് ബാലൻസ് ചെയ്താൽ തെറ്റാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ബൈ P&L ടു P&L എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു കോംപ്രഹെൻസീവ് പ്രോബ്ലം ചെയ്തു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ജേണൽ എൻട്രീസ് നമ്മൾ പറയാം. ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യൂല. നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് മനസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യരുത്. എങ്ങനെ ജേണൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ഉള്ളത് നോക്കാം. ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പിന്നെ അതാത് ഡെബിറ്റ് ചെയ്യുമ്പോൾ അത് എത്രയാണോ എമൗണ്ട് കാണിച്ചാൽ അതാത് എമൗണ്ട് ആ എമൗണ്ടിൽ കാണിച്ചാൽ മതി, അതാത് ലെഡ്ജറിൽ കാണിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ കോമ്പൗണ്ട് എൻട്രിയിലാകുമ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട് വരും. ആ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്രയാണോ എഴുതിയത്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്ററിന്റെ നേരെ എത്രയാണോ എഴുതിയത് ആ എമൗണ്ട് ആണ് കാണിക്കണം ക്യാഷ് അക്കൗണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോ. പിന്നെ ഡേറ്റ് ഞാൻ ചിലടത്ത് എഴുതിയിട്ടില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ എഴുതിക്കോ. എക്സാമിന് ഡേറ്റ് എല്ലാം എഴുതലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് ഔട്ട് ദ ജേണൽ എൻട്രീസ് ടു റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ് യൂസിങ് എ സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജേണൽ എൻട്രീസ് പാസ് ചെയ്യണം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഗുഡ്സ് ഓഫ് ദ വാല്യൂ 5,000 returned by Mr. Sharma were entered in the sales day book and posted therefrom to the credit office account. Okay,
ഈ ക്വസ്റ്റ്യന്റെ മീനിങ് എന്താന്ന് വെച്ചാല് ഗുഡ്സ് ഓഫ് അതായത് നമ്മുടെ കസ്റ്റമർ എന്ത് ചെയ്തു, നമ്മുടെ കസ്റ്റമറിന്റെ പേര് മിസ്റ്റർ ശർമ്മ എന്നാണ്. അവര് റിട്ടേൺ ചെയ്ത് നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിൽ കാണിക്കേണ്ടത് സെയിൽസ് ബുക്കിൽ കാണിച്ചു പോയി. ഓക്കെ, എന്നിട്ടോ നമ്മൾ അയാളെ ക്രെഡിറ്റിലാണ് കാണിച്ചത്. അതായത് സാധാരണ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഓക്കെ, നമ്മള് ഡേ ബുക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഡേ ബുക്കിലായിരിക്കും. ഓക്കെ, നമ്മൾ സെയിൽസ് ഡേ ബുക്കിലാണ് ട്രീറ്റ് ചെയ്തത്. ഓക്കെ, സെയിൽസ് ഡേ ബുക്കിൽ എന്ത് ചെയ്തു, ട്രീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യാം, എമൗണ്ട് അതായത് ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, സെയിൽസ് ഡേ ബുക്കിൽ ട്രീറ്റ് ചെയ്യും, എന്നിട്ട് അതെന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യും. ഇങ്ങനെയാ ചെയ്യാം. പക്ഷെ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ രീതിയിൽ സെയിൽസ് റിട്ടേൺ ജേർണൽ എൻട്രി, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് എന്നാണ്. നിങ്ങൾ ജേർണൽ എൻട്രി ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ജേർണൽ എൻട്രി. അതായത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. എന്നാൽ അത് ശരിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, രണ്ടാമത്തെ കാര്യം, സെയിൽസ് റിട്ടേൺ സെയിൽസ് ബുക്കിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങൾ സെയിൽസ് റിട്ടേൺ സെയിൽസ് ഡേ ബുക്കിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് ഡേ ബുക്ക് കൂടും. ഇത് കൂടും, പറയുന്നത് മനസ്സിലാവുന്നില്ല? ഇത് കൂടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അത് ആ എമൗണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ശർമ്മൻ്റെതും ട്രീറ്റ് ചെയ്യും, പിന്നെ XYZ ഉണ്ട്. അത് XYZ ആക്ച്വൽ സെയിൽസ് ആണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ 200, 2000, 1000 എന്നിട്ട് എത്രയായി, 2000 ആയി. കാരണം നമുക്ക് അറിയില്ല മിസ്റ്റർ ശർമ്മന്റെ നമ്മൾ അന്നേരം പണ്ട് ട്രീറ്റ് ചെയ്തായിരിക്കും, ചിലപ്പോൾ ഒരു 5 ദിവസം മുമ്പ് ട്രീറ്റ് ചെയ്തായിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കാൻ കഴിയണം നിർബന്ധമില്ല. ഓക്കെ, അന്നേരം സെയിൽസ് ഡേ ബുക്കിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെയിൽസ് ഡേ ബുക്ക് കൂടും. അത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ സെയിൽസ് അക്കൗണ്ട് കൂടും. പറയുന്ന മനസ്സിലാവുന്നില്ല? അതായത് സെയിൽസ് കൂടും. സെയിൽസ് കൂടാന്ന് പറഞ്ഞാൽ സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. വെറുതെ 2000 കൂടി വിചാരിക്കും, എക്സാമ്പിൾ ആണെന്നേ പറയുന്നത്. വെറുതെ സെയിൽസ് കൂടി, ശരിയല്ലേ? ഓക്കെ, അത് തെറ്റ് ശരിയാക്കണ്ടേ? ഓക്കെ, ഒരു അക്കൗണ്ട്സിൽ ഒരു ഐറ്റം ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ശരിയാക്കാം? ഡെബിറ്റ് ചെയ്ത ഐറ്റം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് ചെയ്ത ഐറ്റം ആദ്യം ഡെബിറ്റ് ചെയ്യും, എന്നിട്ട് 0 എഫക്റ്റ് വരും. പറയുന്ന മനസ്സിലാവുന്നില്ല? ഇപ്പം സെയിൽസ് നമ്മൾ വെറുതെ ട്രീറ്റ് ചെയ്തിട്ട് സെയിൽസ് 2000 കൂടിയിട്ടാവുള്ളേ. അത് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് എന്താണോ ബാലൻസ് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് തന്നെ കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ജേർണൽ എൻട്രി സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റർ. ഓക്കെ, എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 5000 രൂപ. ഓക്കെ, സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റർ 5000 രൂപ. ഓക്കെ മക്കളെ, സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ട് അല്ലെങ്കിൽ ഡേ ബുക്കിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല. കാരണം സെയിൽസ് റിട്ടേണിൽ ട്രീറ്റ് ചെയ്യേണ്ടതാണ് സെയിൽസിൽ ട്രീറ്റ് ചെയ്ത് പോയത്. സെയിൽസ് റിട്ടേൺ എന്ത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസാ. ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടില്ല. ട്രീറ്റ് ചെയ്യണ്ടേ? ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഡെബിറ്റ് ചെയ്യുക 5000. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എറർ റെക്ടിഫൈ ചെയ്തു. എന്താ എറർ? വെറുതെ സെയിൽസ് നമ്മൾ ട്രീറ്റ് ചെയ്തു. ആ എറർ റെക്ടിഫൈ ചെയ്ത് എങ്ങനെയാ? ഡെബിറ്റ് ചെയ്തിട്ട്. പിന്നെ ആക്ച്വൽ സെയിൽസ് റിട്ടേൺ എഫക്റ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? അതിന്റെ എഫക്റ്റ് വരുത്തിക്കാൻ വേണ്ടി അത് ഡെബിറ്റ് ചെയ്യണം. ഇതൊരു 1 സൈഡഡ് എററാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കതിന് വേറൊന്നും ഇല്ല സംഭവിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഡെപ്റ്റേഴ്സിൻ്റെ കറക്റ്റ് ആയിട്ട് ട്രീറ്റും ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ്, അതായത് ക്രെഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. എത്ര എമൗണ്ട്? 10,000 rupees. ഓക്കെ, ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ക്രെഡിറ്റ് സെയിൽസും ട്രീറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ഡെപ്റ്റേഴ്സിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്ത്? മിസ്റ്റർ ശർമ്മന്റെ അക്കൗണ്ട്, മിസ്റ്റർ XYZന്റെ അക്കൗണ്ട്, വാട്ട് എവർ മേ ബി, ഇവരുടെല്ലാം പേരിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ഒരു സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്തുകൊണ്ടാ? ഇവിടെ കിട്ടുന്ന ടോട്ടൽ 3000 എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
അതുകൊണ്ട് ഇങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ജേണൽ അവരെന്താ ചെയ്തത് നമ്മൾ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എൻട്രി പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ തെറ്റെന്താന്ന് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാം. An amount of 7,500 entered in the sales return book has been posted to the debit of Mr. Hari who returned the goods. Okay, അതായത് ഒരു ഹരി എന്ന് പറയുന്ന ആള് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ജേണൽ എൻട്രി ദ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു ഹരി എന്നാണ് ജേണൽ എൻട്രി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് സെയിൽസ് റിട്ടേൺ ബുക്കാണ്. ഓക്കെ, സെയിൽസ് റിട്ടേൺ ബുക്ക് അവരെന്ത് ചെയ്തു, ഹരി എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഹരി എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് 7,500 ഹരി എന്ന് പറഞ്ഞിട്ട് 7,500 കാണിച്ചു. ഓക്കെ, 2 കോളം വരക്കാം, ഒന്ന് ടോട്ടൽ കോളം, ഒന്ന് പിന്നെ ബാക്കി XYZ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഓരോരാളെ എമൗണ്ട് ചെയ്തും പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ടോട്ടൽ കാണിക്കും. ഓക്കെ, ഇവിടെ ടോട്ടൽ കണ്ടുപിടിക്കും. ഇതാണ് ടോട്ടൽ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, എന്താണ് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ്. ഇത് എവിടെ പോവും, സെയിൽസ് അക്കൗണ്ടിൽ പോവും. ഇത് സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ മെത്തേഡ്. പിന്നെ ഇതൊക്കെ എവിടെ പോവും, ഇൻഡിവിജ്വൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോകും. ഇൻഡിവിജ്വൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോകും. പറയുന്ന മനസ്സിലായി, ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. അത് മനസ്സിലാക്കണം. അതറിയാത്തോണ്ട് നിങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ അറിയാം. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെയിൽസ് റിട്ടേൺ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, സെയിൽസ് റിട്ടേൺ സംഭവിച്ചു. സെയിൽസ് റിട്ടേൺ സംഭവിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് റിട്ടേൺ ബുക്കിൽ തന്നെ കാണിച്ചത്. ഓക്കെ, അത് ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഹരിന്റെ ഡെബിറ്റ് സൈഡിലാണ് ട്രീറ്റ് ചെയ്തത്. ഹരിന്റെ അക്കൗണ്ടില്, ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെയിൽസ് റിട്ടേൺ ജേണൽ എൻട്രി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു ഹരി എന്നാണ്. ഓക്കെ, അന്നേരം ഹരിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ഹരി എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലല്ലേ ഉള്ളത്. ഇപ്പൊ അവരെ എവിടെ ട്രീറ്റ് ചെയ്തത്, ഡെബിറ്റ് സൈഡ്. എവിടെ ട്രീറ്റ് ചെയ്തത്, ഡെബിറ്റ് സൈഡ്. അതുകൊണ്ട് ഫസ്റ്റ് എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ വെറുതെ ഇപ്പൊ ഡെബിറ്റ് ചെയ്തിട്ടേ ഉള്ളത്, അത് കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ അത് 0 ആക്കണം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹരിനെ ക്രെഡിറ്റ് ചെയ്യുക. ഹരി അക്കൗണ്ട് 7,500. കാരണം എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്, അതായത് ഹരിനെ വെറുതെ ഡെബിറ്റ് ചെയ്തിട്ടാവുള്ളേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു, കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഹരിന്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവുക, 0 ബാലൻസ് ആണ്. നമുക്ക് എത്ര വേണ്ടത്, ഹരിന്റെ അക്കൗണ്ട് 7,500. അതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഹരിനെ ക്രെഡിറ്റ് ചെയ്യുക. എത്രയാ, 7,500. ഡെബിറ്റ് സൈഡിലൊന്നും ഒന്നുമില്ല, കാരണം സെയിൽസ് റിട്ടേൺ കറക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ജേണൽ എൻട്രി സസ്പെൻസ് അക്കൗണ്ട് ടു ഹരി അക്കൗണ്ട് എത്രയാണ്, 15,000. ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതി തന്നതാണ്, പക്ഷെ ഒരു വട്ടം എഴുതിയാൽ മതി. ഹരിന്ന് 15,000. പറയുന്ന മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലെഡ്ജറും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഹരിന്റെ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഓക്കെ, വാട്ട് എവർ മേ ബി എന്തെങ്കിലും എഴുതിയിട്ട് 7,500. ഓക്കെ, ശരിക്കും അയാളെ ക്രെഡിറ്റാ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് 7,500 വേണ്ടത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് 7,500 വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ സസ്പെൻസ് ജേണൽ എൻട്രി സസ്പെൻസ് അക്കൗണ്ട് ടു ഹരി അക്കൗണ്ട്. ഫസ്റ്റ് 7,500 ട്രീറ്റ് ചെയ്താൽ ഇപ്പൊ അത് 0 ബാലൻസ് ആയി. ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റിൽ 7,500 വരണം. അന്നേരം ഒരു വട്ടവും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. നോക്കട്ടെ, ഈ 2 ജേണൽ എൻട്രി പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, ഇത് റൈറ്റ് ആവും. അതായത് സസ്പെൻസ് അക്കൗണ്ട് ടു ഹരി അക്കൗണ്ട് എത്ര എമൗണ്ട്, 15,000. 15,000 എങ്ങനെ കിട്ടുന്നത്, 2 ടൈം ട്രീറ്റ്മെന്റ്. ഒന്ന് 0 എറർ ശരിയാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒറിജിനൽ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതെല്ലാം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയാണ്. Next, a sale of 20,000 made to Mr. Amit was correctly entered in the sales day book but wrongly posted to the debit of Mr. Sumit. Okay, as 2,000. അതായത് നമ്മൾ സെയിൽ നടത്തി, ആർക്കാണ് നടത്തിയത്, അമിത്തിന്. എന്നിട്ട് അത് നമ്മൾ സെയിൽസ് ഡേ ബുക്കിൽ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. സെയിൽസ് ഡേ ബുക്കിൽ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തത് ടു അമിത് 20,000. ഓക്കെ, അന്നേരം സെയിൽസ് അക്കൗണ്ട് തെറ്റൊന്നും ചെയ്യൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത്, അമിത്തിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ട പകരം സുമിത്തിന്റെ അക്കൗണ്ടിൽ 2,000 എന്നിട്ട് പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ, എവിടെ ഡെബിറ്റ് സൈഡിൽ ജേണൽ എൻട്രി എന്ന് പറയുന്നത്, ജേണൽ എൻട്രി എന്ന് പറയുന്നത് അമിത് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നാണ്, 20,000 rupees.
അമിത് സെയിൽസ് അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ തെറ്റില്ല. അതിന് പുറമെ ഈ അമിത്തിന്റെ 20,000 കാണിക്കേണ്ടതിന് പകരം അവര് സുമിത്ത് എന്ന് പറയുന്ന ഒരാളെ അക്കൗണ്ടിൽ 2,000 രൂപ കാണിച്ചു. എത്ര? 2,000 രൂപ വെറുതെ ഡെബിറ്റ് ചെയ്ത് സുമിത്തിനെ വെറുതെ എന്ത് ചെയ്ത് സുമിത്തിനെ ഡെബിറ്റ് ചെയ്ത് 2,000 മാർക്ക്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഓരോന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോസ്റ്റ് ചെയ്യലാന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ഇങ്ങനെ എടുത്തിട്ട് കാണുന്നില്ല നിങ്ങൾ, ഇങ്ങനെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്ത്, ഇവിടുന്ന് അമിത്തിന്റെ എടുത്തിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അറിയാണ്ട് സുമിത്തിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അതും 20,000 പോസ്റ്റ് ചെയ്യേണ്ടത് 2,000 പോസ്റ്റ് ചെയ്തു. പറയുന്ന മനസ്സിലാവുന്നില്ല? അന്നേരം വെറുതെ സുമിത്തിന് നമ്മളിപ്പോ ഡെബിറ്റ് ചെയ്തിട്ടേ ഉള്ളു. ഓക്കെ, അത് ശരിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്ത സുമിത്തിന് വെറുതെ അല്ല, ഡെബിറ്റ് വെറുതെ അല്ല ചെയ്തത്, അയാളെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ടു സുമിത്. ഓക്കെ, സുമിത് എത്ര? 2,000 രൂപ. കാരണം വെറുതെ അവൻ 2,000 രൂപ വെച്ചിട്ട് സുമിത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, അമിത്തിന്റെ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് വരണ്ടേ? അമിത്തിന് ശരിക്കും ഡെബിറ്റ് ചെയ്യണം, പക്ഷെ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അമിത് അക്കൗണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അമിത് അക്കൗണ്ട് എത്ര എമൗണ്ട് വരേണ്ടത്? 20,000 റുപ്പീസ്. ടാലി ആവുന്നുണ്ടോ? ഇല്ല, ആവുന്നില്ല. ബാലൻസ് സസ്പെൻസ് അക്കൗണ്ട്, സസ്പെൻസ് അക്കൗണ്ട് എത്രയാ? 18,000 രൂപ. എങ്ങനെ കിട്ടുന്നത്? ബാലൻസിങ് ഫിഗർ ആണ്, ബാലൻസിങ് ഫിഗർ. ചില ജേർണൽ എൻട്രീസിൽ ബാലൻസിങ് ഫിഗർ ആണ്. പറയുന്നത് മനസ്സിലാവുന്നില്ല? ഫസ്റ്റ് സുമിത്തിനെ റോങ് ആയിട്ട് ചെയ്തത് നമ്മൾ കറക്റ്റ് ചെയ്തു, പിന്നെ അമിത്തിന്റെ എഫക്റ്റ് വരുത്തി, പിന്നെ ബാലൻസിങ് നമ്മൾ എന്ത് ചെയ്തു, സസ്പെൻസ് അക്കൗണ്ടിൽ കാണിച്ചു. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ബാഡ് ഡെബ്റ്റ്സ് അഗ്രിഗേറ്റിംഗ് 15,000 were written off during the year in the sales ledger but were not adjusted in the general ledger. Okay, അതായത് ബാഡ് ഡെബ്റ്റ്സ് 15,000 രൂപയുണ്ട്. ഓക്കെ, അത് നമ്മൾ സെയിൽസ് ലെഡ്ജറിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് ആണ്. ഓക്കെ, ബട്ട് വി ആർ നോട്ട് അഡ്ജസ്റ്റഡ് ഇൻ ദ ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് ഐറ്റംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് P&L അക്കൗണ്ട് അല്ലോ. ബാഡ് ഡെബ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനറൽ ലെഡ്ജറിൽ ട്രീറ്റ് ചെയ്തില്ല. ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ജേർണൽ എൻട്രി, ബാഡ് ഡെപ്റ്റിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ് എന്നാണ്. ഓക്കെ, അവര് പറയുന്നത് പ്രകാരം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്ത്. ഓക്കെ, അതുകൊണ്ട് അവിടെ തെറ്റില്ല. ബാഡ് ഡെപ്റ്റ്സ് ട്രീറ്റ് ചെയ്തിട്ടില്ല, ബാഡ് ഡെപ്റ്റ് ഡെബിറ്റ് ചെയ്തിട്ടില്ല, ബാഡ് ഡെപ്റ്റിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ജേർണൽ പാസ് ചെയ്തിട്ടില്ല, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സസ്പെൻസ് അക്കൗണ്ട്, ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സസ്പെൻസ് അക്കൗണ്ട്. ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത് നോർമൽ അക്കൗണ്ട് റിലേറ്റഡ് ആണ്. സെയിൽസ് ലെഡ്ജർ, സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്, സെയിൽസ് ഡേ ലെഡ്ജർ എന്ന് പറയുന്നത് എന്താണ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും അങ്ങനെ വരുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Next, the total of discount allowed column in the cash book for the month of September 2020 amounted to 12,500 was not posted. Okay, നമ്മൾ നേരത്തെ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വരച്ചിട്ടില്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്തു, 12,500 നമുക്ക് എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് അലൗഡിന്റെ ബാലൻസ് കിട്ടി. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കൗണ്ട് അലൗഡ് കോളം നമുക്ക് 12,500 ബാലൻസ് കിട്ടി. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ്, കാരണം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ടി അല്ലെങ്കിൽ ഡെപ്റ്റർ. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ് നമുക്ക് എന്ത് ചെയ്യും, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ നമുക്ക് അതിന്റെ ബാലൻസ് കിട്ടും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എവിടത്തേക്ക് പോസ്റ്റ് ചെയ്യണം, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡെപ്റ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് മിസ്റ്റർ ശർമ്മൻ്റെത് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ 2,000 എടുത്തിട്ട് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യണം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. അതേപോലെ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും കിട്ടിക്കഴിഞ്ഞാൽ അത് അതാത് ലെഡ്ജർ അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യണം. അത് ട്രീറ്റ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻഡിച്ചർ ആണ്, അത് ഡെബിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സസ്പെൻസ് അക്കൗണ്ട്. വൺ സൈഡഡ് എറർ ആണ്. ഓക്കെ, എത്ര എമൗണ്ട്, 12,500. ഓക്കെ, ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ റീഡ് ചെയ്ത 5 ക്വസ്റ്റ്യനും റിലേറ്റഡ് ടു
ഡേ ബുക്സ് ആണ്. എപ്പോഴും മനസ്സിലാക്കാൻ ഡേ ബുക്കിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി എഴുതുന്നത്, അത് എന്നിട്ട് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഒരു മെക്കാനിസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈസിയാവും. ഓക്കെ.